വയനാട്ടിൽ വന്യജീവി ആക്രമണം തടയാൻ വിചിത്ര നിർദ്ദേശവുമായി സർവകക്ഷി യോഗത്തിൽ മന്ത്രിതല സംഘം. അതിർത്തികളിൽ വളർത്തുമൃഗങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ വ്യവസ്ഥകൾ കൊണ്ടുവരുമെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രി എം. രാജേഷ് പറഞ്ഞു. വന്യമൃഗ ആക്രമണം തടയാൻ പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. കമാൻഡ് കൺട്രോൾ സെൽ ആരംഭിക്കും. കാടിനകത്ത് കുളങ്ങളും നീർച്ചാലുകളും നിർമ്മിക്കും. ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവരുടെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രിമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വളർത്താൻ പറ്റില്ല എന്നല്ല, വളർത്തുന്ന കാര്യത്തിൽ ചില വ്യവസ്ഥകൾ കൊണ്ടുവരേണ്ടത് ആലോചിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിപ്പോൾ അന്തിമമായ തീരുമാനമല്ല എടുത്തിട്ടുള്ളത്, ഒരു നിർദ്ദേശമായിട്ട് യോഗത്തിൽ വെച്ചു. അത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും പൊതുവിൽ അതിനോട് യോജിക്കുക ചെയ്ത്. പൊതുവിൽ സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷ തീരുമാനം ദൗർഭാഗ്യകരമാണ് എന്ന് മന്ത്രിമാർ പറഞ്ഞു. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ മന്ത്രിമാർ സന്ദർശിക്കും. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ കാടിനടുത്തുള്ള പ്രദേശങ്ങളിൽ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ എം. രാജേഷ് പറഞ്ഞത്. ഇതൊരു തീരുമാനമായി എല്ലാവരും അംഗീകരിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കർഷകരാണ് വയനാട്ടിലുള്ളത്. അവരെ സംബന്ധിച്ച് വളർത്തുമൃഗങ്ങൾ വളർത്തുന്നു, അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോഴുള്ള പ്രതിഷേധം ആളിക്കത്തിക്കാനല്ലേ ഈ തീരുമാനം കൊണ്ട് സഹായിക്കൂ? സ്മൃതി പരുത്തിക്കാർ, തീർച്ചയായും അത്തരമൊരു നിർദ്ദേശമായിട്ടാണ് ഈ ഒരു വിഷയത്തെ കണക്കാക്കുന്നത്. ഇതൊരു തീരുമാനമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും സർവകക്ഷി യോഗത്തിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം ഉയർന്നു എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എം. രാജേഷ് സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്തെ പറഞ്ഞത്. വയനാട്ടിലെ അതിർത്തികളിൽ ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നതിൽ കൃത്യമായ ചില വ്യവസ്ഥകൾ കൊണ്ടുവരും. വളർത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. എന്നാൽ ഇത്തരമൊരു നിർദ്ദേശം യോഗത്തിൽ ഉയർന്നു. ഇതിൽ ഭൂരിഭാഗവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് പങ്കെടുത്ത ജനപ്രതിനിധികളൊക്കെ തന്നെ ഇതിനോട് യോജിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഇത് വളരെ വിചിത്രമായ ഒരു നിർദ്ദേശമാണെന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. വിശേഷിച്ചും വയനാട്ടിൽ ഏറ്റവും കൂടുതൽ കർഷകരാണ്. അവർ ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ ആശ്രയിച്ചാണ് അവരുടെ സാമ്പത്തിക നില പോലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു നിർദ്ദേശം എങ്ങനെയാണ് മുന്നോട്ട് വന്ന കാര്യത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും എന്നുള്ളതാണ്. എന്തായാലും സർവകക്ഷി യോഗത്തിൽ ഈ ഒരു രാഷ്ട്രീയ പ്രതിപക്ഷ സംഘടനകൾ പങ്കെടുക്കാത്തതിന് ദൗർഭാഗ്യകരമെന്നാണ് മന്ത്രിമാർ വിശേഷിപ്പിച്ചത്. മുഖ്യമന്ത്രി നേരിട്ട് വയനാട്ടിലെത്തി കാര്യങ്ങൾ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. വയനാട്ടിൽ ഇത്തരത്തിൽ മന്ത്രിസഭയുടെ ഉപമന്ത്രിസഭാ യോഗം ചേർന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നിന്നുകൊണ്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അല്പസമയം മുമ്പ് ഉൾപ്പെടെ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു എന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ 15-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഇത്തരത്തിലുള്ള സർവകക്ഷി യോഗത്തിലുണ്ടായ നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോടും അത്തരത്തിലൊരു ചർച്ചാ വിഷയമായി പ്രതികരണത്തിലൂടെ നടത്തിയിരിക്കുന്നത്. പ്രധാനമായും സെന്ന പോലെയുള്ള അധിനിവേശ സസ്യങ്ങളെ വെട്ടി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ ഈ ഒരു മിഷൻ ദൗത്യങ്ങൾ ഉൾപ്പെടെ ആനകൾ ഇത്തരത്തിലുള്ള സസ്യങ്ങൾക്ക് പിറകിൽ ഒളിച്ചു നിൽക്കുന്നത് ദൗത്യങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സസ്യങ്ങളെ വെച്ചുപുറപ്പിക്കാനാവില്ല, അവ വെട്ടിമാറ്റുന്നതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കും. തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ടാവും ഈ ഒരു നീക്കങ്ങൾ നടത്തുക. ഇതിന് കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതി തേടുമെന്ന് മന്ത്രിമാർ വിവരിക്കുകയുണ്ടായി. കൂടാതെ കഴിഞ്ഞ ദിവസം, അതായത് ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്ന ഘട്ടത്തിൽ കേന്ദ്രമന്ത്രിമാരെ സംസ്ഥാന മന്ത്രി സംഘം കണ്ടിരുന്നു. അത് കൃത്യമായി ഇടപെടൽ നടത്തുമെന്ന് കേന്ദ്ര സംഘം ഉറപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കൂട്ടായ രാഷ്ട്രീയ ലാഭങ്ങൾ ഒഴിച്ചു നിർത്തിയുള്ള കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള ചില വൈകാരിക പ്രകടനങ്ങളൊക്കെ ആ നിലയിൽ ആളുകൾ ഉൾപ്പെടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് മന്ത്രിമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണത്തെ ആ നിലയിൽ തന്നെ തള്ളിക്കൊണ്ട് അത് ഏറെ ദൗർഭാഗ്യകരമാണെന്ന് തന്നെയാണ് 3 മന്ത്രിമാരും പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയങ്ങൾ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല, ഇടപെടൽ നടത്തുമെന്ന് കേന്ദ്രം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നൊരു സൂചന കൂടിയാണ് മന്ത്രിമാർ ഇപ്പോൾ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കാണാൻ മന്ത്രിതല സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. ആദ്യം എവിടെയാണ് സന്ദർശനം? സ്മൃതി, അല്പസമയത്തിനുള്ളിൽ തന്നെ 3 മന്ത്രിമാരടങ്ങുന്ന സംഘം ഇത്തരത്തിൽ വന്യമൃഗശല്യത്താൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളും പരിക്കുപറ്റിയവരുടെ വീടുകളും സന്ദർശിക്കും. നിലവിൽ ലഭിച്ച ഷെഡ്യൂൾ പ്രകാരം വാഗേരിയിലെ മൂടക്കൊല്ലിയിൽ മാസങ്ങൾക്ക് മുമ്പ് നരഭോജി കടുവ കൊലപ്പെടുത്തിയ പ്രജീഷിന്റെ വീടായിരിക്കും മന്ത്രി സംഘം സന്ദർശിക്കുക. അതിനുശേഷം കഴിഞ്ഞ ദിവസം കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയ പുൽപ്പള്ളി പാക്കത്തെ പോളിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കും. അതിനുശേഷമായിരിക്കും പടമലയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയ പ്രജീഷിന്റെ വീടും മന്ത്രി സംഘം സന്ദർശിക്കുക. സ്വാഭാവികമായും ഈ ഇടങ്ങളിൽ വലിയൊരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹത്തെ തന്നെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എംപിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വീടുകളിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. സംഭവങ്ങൾ നടന്ന് ഇത്ര ദിവസം പിന്നിട്ടിട്ടും മന്ത്രിമാർ ഈ ഒരു മേഖലയിലൊന്നും എത്താത്തതിനെതിരെ നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു സന്ദർശനം എന്നുള്ളതാണ് പ്രത്യേകത. കൂടാതെ ഈ ഒരു പാക്കത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ശരത്തിന്റെ വീടും മന്ത്രി സംഘം സന്ദർശിക്കുന്നുണ്ട്. വെള്ളമുണ്ട സ്വദേശി തങ്കച്ചന്റെ വീടും ഇത്തരത്തിൽ മന്ത്രി സംഘം സന്ദർശിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. സ്മൃതി.
ബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.